എല്ലായിടവും നടത്തുന്ന കവർച്ച ഇവിടെയും ചെയ്യാനൊരുങ്ങിയതാണ് തമിഴ്നാട്ടുകാരിയായ സെൽവിയും മകൾ അധീനയും. എന്നാൽ ജലജച്ചേച്ചിയോടായിരുന്നു കളി. ബാഗിൽ നിന്നും പണം കവർന്ന തമിഴ്നാട്ടുകാരായ 2 കള്ളികളെ ഓടിച്ചിട്ട് പിടികൂടിയാണ് ജലജ സുരേഷ് നാട്ടിലെ താരമായത്. കുണ്ട്ര നിന്നും കൊട്ടാരക്കരയ്ക്ക് വന്ന KSRTC ബസ്സിൽ യാത്ര ചെയ്യവെയാണ് ബാഗിലിരുന്ന പണം നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും NSS കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ ജലജ സുരേഷിന് നഷ്ടപ്പെട്ടത്. 2 പേരെയും ഓടിച്ചിട്ടാണ് പിന്നാലെ എത്തിയവർ പിടികൂടിയത്. കുണ്ട്ര നിന്നും കയറിയ ബസ്സിൽ കൊട്ടാരക്കര കച്ചേരിമുക്കിൽ ഇറങ്ങിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ടത് തിരിച്ചറിയുന്നത്. സാധാരണക്കാരാണെങ്കിൽ അപ്പോഴേ പതറിപ്പോകും. എന്നാൽ വിട്ടുകൊടുക്കാൻ ജലജ സുരേഷ് തയ്യാറായില്ല. ട്രാഫിക് കുരുക്കിലൂടെ ഓട്ടോയും പിടിച്ച് ആ ബസ്സിന് പിന്നാലെ പാഞ്ഞു. ഈ ചേച്ചി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് 2 പേരെയും പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ജലജ ചേച്ചി തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അവർ വന്ന് ഒരാൾ എൻ്റെ മുന്നിലും ഒരാൾ എൻ്റെ പിന്നിലുമായിട്ട് നിന്നു. വലിയ തിരക്കൊന്നുമില്ല, തിരക്കേ ഇല്ല, ബസ്സിൽ നിൽക്കാൻ ആളേ ഇല്ല, സീറ്റിൽ പോലും ഇരിക്കാൻ അധികം ആളുകളില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നോടൊപ്പം അവിടെ ഇറങ്ങുന്ന ആളുകളായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മുൻപിൽ നിന്ന് വന്ന സ്ത്രീ എന്നെ നന്നായിട്ടൊന്ന് തട്ടി. തട്ടിയത് എങ്ങനെ ചേച്ചി? അവർ തോൾ കൊണ്ടൊരു തട്ട് തന്നു. അപ്പം ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് വണ്ടിയൊക്കെ അങ്ങോട്ട് ഒലയുമ്പോൾ തട്ടിയതായിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അപ്പം തട്ടിയിട്ട് എന്നോട് ചോദിക്കുന്നത് ചന്തമുക്കാണോ എന്ന് ചോദിച്ചു. വളരെ നല്ല മലയാളത്തിലാണ് ചോദിക്കുന്നത്, സംസാരിക്കുന്നത്. ഒരു ഡൗട്ടും ഇല്ല. തമിഴ്നാട് സ്ത്രീകളാണെന്നറിയില്ല. അവരുടെ വേഷവിധാനങ്ങളൊക്കെ നല്ല, നമ്മളെക്കാൾ നല്ല വേഷവിധാനമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരിക്കലും അത് തമിഴ്നാട്ട് സ്ത്രീകളാണെന്ന് തോന്നിയില്ല. അപ്പം ഇങ്ങനെ എന്നോട് ചോദിക്കുന്നു തന്തമുക്കാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വേളയിലായിരിക്കണം ഈ പുറകിൽ നിന്ന് സ്ത്രീ, ഈ ബാഗായിരുന്നു, ഇതിൻ്റെ ബാക്കിലാണ് സിബ്. ഈ സിബ് ഇവിടെ പകുതി വരെ തുറന്നു കിടന്ന് ഞാൻ നോക്കുമ്പോൾ അപ്പോൾ ഈ സിബ് തുറന്ന പൈസ എടുത്തിട്ടുണ്ടാവണം. ഇത് തുറന്നപ്പോൾ നമ്മൾ അറിഞ്ഞതേയില്ല. അതും വലിയ തിരക്ക് പോലും ഇല്ലാത്ത ബസ്സിൽ, ഒട്ടും തിരക്കില്ല. നിൽക്കാൻ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഇറങ്ങാനായിട്ട് നിൽക്കുന്ന ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അല്ലാന്ന് പറഞ്ഞപ്പോൾ ഇവർ എൻ്റെ ബാക്കിലേക്ക് അങ്ങ് പോയി. ഈ പ്രായമുള്ള സ്ത്രീ എൻ്റെ ബാക്കിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞ് ഞാൻ മാത്രമേ ഉള്ളപ്പോഴും അവിടെ ഇറങ്ങാൻ. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഇപ്പോൾ ഒരു മനസ്സിലൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ബാഗ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ പകുതി വരെ കടന്നു നടക്കുകയാണ് ഈ ബാഗിൻ്റെ. അപ്പം റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരുന്ന പൈസയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ പൈസ ഇല്ല. പൈസ 53,000 രൂപയോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ പൈസ ഇല്ല. അപ്പോഴേ അവിടെ കിടന്ന ഒരു ഓട്ടോയിൽ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ടു ചേട്ടാ, ആ പോകുന്ന ബസ്സിലാണ്. അപ്പോഴത്തെ ബസ് അങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞു. ഇവരെ വന്ന് മോഷ്ടിച്ചെന്ന് മനസ്സിലായി. വേറെ ആരും അന്നേരമില്ല. ഞാൻ ഇരുന്നതാണ്, സീറ്റിൽ ഇരുന്നപ്പോൾ ആരും എൻ്റെ അടുത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല. സീറ്റിൽ മടിയിൽ വെച്ചോണ്ടിരുന്ന ബാഗ്, അപ്പോൾ അവരെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരാണെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ സീറ്റിലിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ തന്നെ എടുത്തെന്നുള്ളത് ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ ബസ്സിൻ്റെ പുറകിൽ ഓട്ടോയിൽ കയറിപ്പോയി. ഓട്ടോക്കാരൻ നല്ല സ്പീഡിൽ ബസ് ഓടിച്ചു. അപ്പോൾ ചെല്ലുമ്പോൾ ട്രാഫിക് നിയന്ത്രണത്തിലാണ്. അപ്പോൾ ട്രാഫിക് പോലീസിനോട് ഞാൻ വിവരം പറഞ്ഞു, സാർ എൻ്റെ പൈസ നഷ്ടപ്പെട്ടു, ആ പോകുന്ന ബസ്സിലാണെന്ന് ഞാൻ പറഞ്ഞപ്പം ഞങ്ങളെ കയറ്റി വിട്ടിട്ട് പറഞ്ഞു പെട്ടെന്ന് പൊക്കോ, പോലീസുകാർ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ചെല്ലുമ്പോൾ ഇവർ ബസ്സിൽ നിന്ന് ഇറങ്ങി, ബസ് പാസ് ചെയ്തു. അപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ട് ബസ് വിട്ടു. അപ്പോഴത്തേക്ക് ഒരു ഓട്ടോയിൽ ഇരിക്കുക. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു പച്ച ചുരിദാർ, നല്ല കടും പച്ച ചുരിദാറാണ്. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഓട്ടോയിലിരിക്കുന്ന കണ്ടുകൊണ്ട് ഓട്ടോക്കാരൻ ഓട്ടോ തിരിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ചേട്ടാ വണ്ടി വിടല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഓട്ടോയുടെ സൈഡിൽ പിടിച്ചിട്ട് ഞാൻ ഇവരെ പിടിച്ചിറക്കുക ചെയ്തത്. 2 പേരെയും പിടിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് ഞാൻ ചോദിച്ചു ഇവരോട് എൻ്റെ പൈസ നഷ്ടപ്പെട്ട് നിങ്ങളെ എടുത്തതെന്ന് പറഞ്ഞപ്പോൾ അല്ല അമ്മ ഞങ്ങളല്ല എടുത്തതെന്ന് പറഞ്ഞ തമിഴ് സംസാരിച്ചപ്പോഴാണ് നമ്മൾ തമിഴ്നാട്ടുകാരാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഈ ചന്തമുക്ക, അതെ ചന്തമുക്കാണോ എന്ന് ചോദിച്ചത് നല്ല ശുദ്ധ മലയാളത്തിൽ തന്നെയാണ്. അപ്പോൾ അന്നേരം നമുക്ക് പിടികിട്ടിയില്ല. അപ്പോൾ ഇവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു, ഇവരെല്ലാം എടുത്തോന്ന് പറയുന്നു. അവസാനം ഞാൻ ഇവരുടെ കുത്തിന് കയറി ഇങ്ങനെ പിടിക്കുക ചെയ്യും. സാരിയുടെ ആ കുത്തിന് കയറി പിടിക്കുമ്പം ഈ സ്വാഭാവികമായിട്ട് ഈ പൈസ അടിയിലൂടെ റോഡിലേക്ക് നിരന്നങ്ങ് വീണു, മുഴുവൻ പൈസയും. അപ്പോഴാണ് നമ്മളിത്, അപ്പോഴും അവരെന്നോട് പറയുന്നത് ഞാൻ ഇടത്ത് കൈയിലാണ് ഈ ബാഗ്, ഇവരെ പിടിച്ചിരിക്കുന്ന വലത്ത് കൈ കൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഒരു വലത്താണ് നിൽക്കുന്നത്, ഞാൻ ഇടത്താണ് ബാഗ്. ഓടാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഓടാൻ ശ്രമിച്ചില്ല, പിടിച്ചേക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഇവർ പറയുന്നത് എൻ്റെ ബാഗിൽ നിന്ന് വീണ പൈസയാണെന്നാണ് അവരപ്പോൾ പറയുന്നത്. അമ്മയുടെ ബാഗിൽ നിന്ന് വീണയാണ്, അവരുടെ കയ്യിൽ നിന്ന് വീണയാണെന്ന് അവർ പറയുന്നില്ല. പക്ഷെ അപ്പോഴവിടെ നിന്ന് ആൾക്കാരെല്ലാം അത് കണ്ടുകൊണ്ട് നിൽക്കുക, പൈസ വീഴും, ആളുകൾ കൂടി. പോലീസ് വന്നു ഒരു 5 മിനിറ്റിനകത്ത് പോലീസ് വന്നു. പഠിച്ച കള്ളികളാണ്.
ഒന്ന് ആലോചിക്കുക, നമ്മൾ തിരക്കുള്ള ബസ്സല്ല, അല്ല ഒരു തിരക്കുമില്ലാത്ത അല്ല ബസ്സിലാണ് അല്ല അതിവിദഗ്ധമായ അതെ രീതിയിൽ അതെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പണം അതെ വാങ്ങിയത്. അതെ അപ്പൊ എന്തുമാത്രം ട്രെയിനിങ് ആർക്ക് അതെ അതെ നമ്മുടെയൊക്കെ ധാരണ നല്ല തിരക്കുള്ള എൻ്റെയും ധാരണ എനിക്ക് പലപ്പോഴും പൈസ പോയിട്ടുണ്ട്. ഏകദേശം ഒരു 3 തവണ പേഴ്സോട് കൂടി അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, ATM കാർഡ് ഉൾപ്പെടെ പോയിട്ടുണ്ട്. അപ്പോഴും എൻ്റെ ധാരണ നല്ല തിരക്കുള്ള ബസ്സിൽ നിന്ന് പൈസ അടിച്ച് മാറ്റുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് യാത്രക്കാരോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരക്കില്ലാത്ത ബസ്സിലാണ് ഇവർക്ക് അടിച്ചെടുക്കാൻ ഏറ്റവും എളുപ്പം. ഒട്ടും നമ്മൾ അറിഞ്ഞില്ല, ഒരു പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് വന്ന് മുമ്പിൽ നിന്നും പുറമെ തട്ടുന്നു. നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുക ചെയ്യുന്നത്. ഈ പൈസ ഉണ്ടെന്നുള്ള ശ്രദ്ധ ചേച്ചിക്കുണ്ട്, ഉണ്ട്. എന്നിട്ട് പോലും അതെ 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 തീർച്ചയായിട്ടും. എന്തുമാത്രം അതെ 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 അതെ. പോലീസ് പിടിച്ചപ്പോൾ എന്താ ഒരു പറയുന്നത്? പോലീസ് പിടിച്ച് അങ്ങ് കൊണ്ടുപോയി ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്, വനിതാ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എടുത്തിട്ടില്ല എന്ന് അന്നേരം പറയുന്നത് അവരുടെ കയ്യിൽ നിന്നല്ലത്. പിന്നീട് അവർ ഏറ്റു കാണും. തിരിച്ചു കിട്ടിയോ? തിരിച്ചു കിട്ടി. സന്തോഷമായി. ഒരു നിമിഷം വൈകിയിരുന്നേ കിട്ടില്ല. ഇവർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. ഇവർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും ബസ്സിൽ കയറും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല വഴികളുണ്ട്. നമുക്കൊരു കാരണവശാലും എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആളിനെ കൂട്ടുമ്പോഴത്തേക്ക് ഇവർ സ്ഥലം വിട്ടിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെയൊക്കെ ഒരു ഭാഗ്യമാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ എനിക്ക് അപ്പടി തന്നൊരു ശക്തിയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ പൈസയാണ് തിരികെ കിട്ടിയത്. ഓക്കെ അതെ അതെ അങ്ങനെ പ്രതികരിച്ചുകൊണ്ടാണ് പെട്ടെന്നുള്ള ഒരു പ്രതികരണം. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഒരുപക്ഷെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഈ പണ്ട് നിന്നെടുത്തായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറത്തുള്ളായിരുന്നു. വൈകി പോകും. അപ്പോൾ എന്തോ എനിക്കപ്പോൾ ഒരു ധൈര്യം വന്നു ഓട്ടോയിൽ കയറിപ്പോൾ. ഓട്ടോക്കാരൻ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. അദ്ദേഹം എന്നോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നല്ലോണം ഹോൺ അടിച്ചാൽ കയറിപ്പോന്ന് പറഞ്ഞു. നല്ല തിരക്കുമല്ലേ, ചന്തമുക്കിലൊക്കെ നല്ല തിരക്കുള്ള സമയമായിരുന്നു. പറഞ്ഞു. അതെ അതെ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അതെനിക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് അതിനകത്ത്. കഷ്ടപ്പെട്ട അതെ നമ്മൾ കഷ്ടപ്പെട്ട പൈസ ആയതുകൊണ്ടായിരിക്കാം തിരിച്ചു കിട്ടിയത്. അപ്പോൾ എല്ലാ സ്ത്രീകളും എനിക്ക് ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളും നമ്മളൊരു കാര്യം നഷ്ടപ്പെടുമ്പോൾ നമ്മളപ്പോൾ കരയാനോ വേറൊരാളിനെ വിളിക്കാനോ എടുക്കാനോ നിൽക്കാതെ പെട്ടെന്ന് നമ്മൾ അതെങ്ങനെ നേടിയെടുക്കാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. ആ നിമിഷ നേരം കൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്കൂടി ഒരു പ്രചോദനം ആവട്ടെ എൻ്റെ ഈ ഒരു പ്രവർത്തനം എന്നുകൂടി ഞാൻ പറയുകയാണ്. ഒന്നും ചെയ്യാതെ നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മുടെ ആ ഒരു പ്രവർത്തനവും കൂടെ ആ സമയത്ത് അങ്ങനെ തന്നെ ആയിരിക്കണം, ധൈര്യത്തോടു കൂടി പെരുമാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കുക എടുത്തു പറയേണ്ട കാര്യം. അതുപോലെ തിരക്കില്ലാത്ത ബസ്സിൽ അങ്ങനെ മോഷണം ഉണ്ടാകില്ല എന്നുകൂടി നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ബോധം കൂടി കളയുക. തെറ്റായ ധാരണയാണ്. അവരുടെ പേരെന്താണെന്നറിയോ? അവരുടെ പേര് അവർ പല പേരിലാണ് അറിയപ്പെടുന്നതെന്ന് പറയുന്നത്. ഒരു പേര് അവർ കൃത്യമായിട്ട് പറയത്തില്ല. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ കൊടുത്തിരിക്കുന്ന ഒരു സെൽവി അദീനി. അമ്മയും മോളുമാണോ പറയുന്നത്? അമ്മയും മോളുമാണ് മോഷണം നടത്തുന്നത്. ഇത് വല്ലാത്ത സംഭവം തന്നെ. ഇതൊക്കെ സത്യമാണെന്ന് പറയത്തില്ല ഈ പേരൊക്കെ. അതെ സത്യമല്ലെന്നാ പോലീസുകാർ പറയുന്നവർ പല പേരിലും പല പോലീസ് സ്റ്റേഷനും കേസ് അറിയാതിരിക്കാൻ വേണ്ടി പല പേരും കൊടുക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഈ സ്ഥലം എവിടെയാന്ന് പറയുന്നു? സ്ഥലം തമിഴ്നാടാണ് പറഞ്ഞത്. തമിഴ്നാടാണല്ലേ?